ജർമ്മൻ പഠിക്കാനുള്ള ശരിയായ അപ്രോച്ച് എന്താണ്? ഇംഗ്ലീഷ് വഴിയോ മലയാളം വഴിയോ? ഇതൊരു കോമൺ ഡൗട്ടാണ്. എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആസ്ക്, ജർമ്മൻ ഇംഗ്ലീഷ് വഴി പഠിക്കണോ മലയാളം വഴി പഠിക്കണോ, ഏതാണ് ബെറ്റർ? ട്രൂത്ത് ഇസ് സിമ്പിൾ. ലാംഗ്വേജ് ലേണിംഗിൽ മീഡിയമായിട്ട് മാറ്റർ ചെയ്യുന്നത് ആക്യുറസിയാണ്, കംഫർട്ട് അല്ല. ഇംഗ്ലീഷ് വഴി ജർമ്മൻ ലേൺ ചെയ്യുന്നത് ഗ്ലോബലി പ്രൂവൺ മെത്തേഡാണ്. വൈ? ജർമ്മൻ ഗ്രാമർ സ്ട്രക്ചർ ഇംഗ്ലീഷിനോട് ക്ലോസർ ആണ്. ആർട്ടിക്കിൾ, വേർബ്സ്, ടെൻസസ് ഇവയെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് പെട്ടെന്ന് ക്ലിക്ക് ആവും. വൈ വേർബ്സ് കം സെക്കൻഡ്, വൈ വേർബ്സ് ഗോ ടു ദ എൻഡ്, ഓർ വൈ കേസസ് എക്സിസ്റ്റ്, ഇവ ഇംഗ്ലീഷിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാം. മലയാളം വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കംഫർട്ട് ഉണ്ടാക്കും, ബട്ട് ക്ലാരിറ്റി കുറവായിരിക്കും. ജർമ്മൻ്റെ ഗ്രാമർ ലോജിക്ക് മലയാളത്തിൻ്റെ ഗ്രാമർ സ്ട്രക്ചറായിട്ട് മാച്ച് ചെയ്യില്ല. മലയാളത്തിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇവയെല്ലാം ഫ്രീ ഫ്ലോ ആണ്. എന്നാൽ ജർമ്മനിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുണ്ട്. സോ നിങ്ങൾ മലയാളം ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ റൂൾസ് നിങ്ങൾക്ക് മൈൻഡിൽ മിക്സപ്പ് ആവും. സോ വാട്ട്സ് ദ റൈറ്റ് അപ്രോച്ച്? ഫൗണ്ടേഷൻ ഇംഗ്ലീഷ് വഴി ബിൽഡ് ചെയ്യുക, കോംപ്ലക്സ് ഐഡിയാസ് മലയാളത്തിൽ സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ദ ബാലൻസ്ഡ് മോഡൽ. സോ ഫൈനലി ജർമ്മൻ ലേൺ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്താലോ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താലോ വൺ തിങ് മാറ്റേഴ്സ്. നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ കഴിയോ, നിങ്ങൾക്ക് സെൻറ്റൻസ് ബിൽഡ് ചെയ്യാൻ കഴിയോ, നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാൻ കഴിയോ, ദാറ്റ് ഈസ് ദ റിയൽ മെട്രിക്. So the correct approach is start with English for grammar clarity. Use Malayalam only for examples and comfort. Then shift to German as fast as possible. Medium isn't important. Mastery is.